മക്കളെ, ഇനി നമുക്ക് അടിപൊളി ഒരു സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കിയാലോ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ അത്ര പരിചയമില്ലാത്തതാണ്, പക്ഷേ നോർത്ത് സൈഡിലൊക്കെ ഈ സ്വീറ്റ് വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ നമ്മളിന്ന് കാഷ്യൂസ് വെച്ചിട്ട് ഒരു കാജു കട്ട്ലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പെട്ടെന്ന് നമുക്ക് ഡിഷിലേക്ക് പോവാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ 250 ഗ്രാം കാഷ്യൂസ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കോഴ്സ് ഗ്രൈൻഡ് ചെയ്തെടുക്കാം, അതായത് പൾസ് ചെയ്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കത് നല്ലോണം ഒന്ന് അരിച്ചെടുക്കണം, കാരണം കുറേ കട്ടകളും തരികളൊക്കെ ഉണ്ടാവും, അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് ഒരു പാനിലേക്ക് ഷുഗർ എടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര ഞാൻ 200 ഗ്രാം എടുത്തിരിക്കുന്നത്, അതായത് 1 കപ്പ്. അത് നമുക്ക് നല്ലോണം ഒരു നൂൽ കമ്പി പദമാവുന്ന വരെ നമുക്ക് നല്ലോണം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നല്ല മെൽറ്റായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച കാഷ്യൂസും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ട പിടിക്കാതെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. പാനിൽ നിന്ന് എല്ലാം നല്ല സെപ്പറേറ്റ് ആവുന്ന വരെ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം. അതാണ് അതിൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം നെയ്യും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചൂടോടെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ അത്യാവശ്യം ചൂട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഒന്നും കൂടി നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ചൂട് ആറിയിട്ടുണ്ടെങ്കിൽ കൈ വെച്ച് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരല്പം നെയ്യ് കയ്യിൽ പുരട്ടിയിട്ട് ഇളക്കി കൊടുത്താൽ കറക്റ്റായിട്ടുള്ള പരുവം കിട്ടും. ഇപ്പോൾ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഒരു ബട്ടർ പേപ്പർ വെച്ച് നമുക്ക് നല്ലോണം ഒന്ന് തേച്ചെടുക്കാം. ഒരു ചപ്പാത്തിക്കോല വെച്ച് തേച്ചെടുത്താൽ മതി. തേച്ചെടുത്തതിന് ശേഷം ഇതിന് ഇഷ്ടമുള്ള ആകൃതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ കുറച്ച് ഗോൾഡൻ ഫ്ലേക്സ് ഇതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കാജു കട്ട്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ സ്വീറ്റ് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, 100% ഗ്യാരണ്ടി. അടുത്ത നല്ലൊരു ഡിഷായി വരുന്നത് വരയ്ക്കും സ്റ്റേ ട്യൂൺ. ഹാപ്പി കുക്കിംഗ്.